റിലേഷൻഷിപ്പിലും മണിയിലും അങ്ങനെ ജീവിതത്തിലെ മുഴുവൻ താളവും തെറ്റുന്നൊരു സാഹചര്യമുണ്ടോ? ഉറപ്പായിട്ടും വാസ്തുവിനെ എപ്പോഴും സമൃദ്ധി ക്രിയേറ്റ് ചെയ്യാനുള്ള സയൻസ് എന്നാണ് പറയാറുള്ളത്. നമ്മളെപ്പാണ് എപ്പോഴും ഇതിനൊരു ദോഷത്തിൻ്റെ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. നമ്മുടെ സ്പേസിനെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്യണം. നമ്മളൊരു മല കയറിക്കൊണ്ടിരിക്കുക, കഷ്ടപ്പെട്ട് മല കയറിക്കൊണ്ടിരിക്കുക, അപ്പോഴാണ് നമുക്ക് വേണ്ടി യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു വീടിനെ സംബന്ധിച്ച് ഒരു 4 മൂലകളും കതവും ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു വീട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വീട്ടിലൊരു എനർജി ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ആ തെക്ക് ഭാഗത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട സ്ഥലം ഏതാണ്, അങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യേണ്ടത്. വാതിലുകൾ അല്ലെങ്കിൽ ജനലുകൾ ഇതിനൊക്കെ എന്തെങ്കിലും അളവുകളുണ്ടോ, അല്ലെങ്കിൽ ഇത് വെക്കുന്നതിന് കൃത്യമായിട്ടുള്ള ദിശകളുണ്ടോ? ആള് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇത് ദോഷമാണ്, ഇത് പ്രശ്നമാണ്, ഇത് പൊളിക്കൂ, ഇവിടെ വെക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ക്ലാരിറ്റി ഇല്ല. അതായത് നമ്മുടെ കർമ്മമായിട്ടാണ് കണക്റ്റഡ്. നമ്മളെ കർമ്മമായിട്ട് കണക്ട് ചെയ്യാനും കർമ്മവുമായിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാനും. ഇന്ന് നമ്മളോടൊപ്പം വാസ്തു കൺസൾട്ടൻ്റ് ആയിട്ടുള്ള അപർണ എസ് ആണുള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പം ഈ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകൾ വീട് വെക്കുന്നത് ഇന്നത്തെ കാലത്ത്. അത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് ആദ്യം വീട്, അതിനുശേഷം ഒരു കല്യാണം, അങ്ങനെ ആയിരിക്കും അവൻ ഒന്ന് സെറ്റിൽഡ് ആകാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പലരും വീട് വെച്ചതിന് ശേഷം കല്യാണത്തിലേക്ക് പോകുന്നു. പിന്നീട് കാണുന്നത് ഇവർ അടിച്ചു പിരിഞ്ഞു പോകുന്നൊരു സാഹചര്യം, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ആ സമയത്തായിരിക്കും ആരെങ്കിലും പറഞ്ഞ് വാസ്തുവിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ വീടിൻ്റെ പ്രശ്നങ്ങളാകാം എന്ന് പറഞ്ഞ് പലരും ഈ വാസ്തു കൺസൾട്ടന്മാരെ സമീപിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുണ്ടോ? അതായത് ഒരു വീട് വെക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് റിലേഷൻഷിപ്പിലും മണിയിലും അങ്ങനെ ജീവിതത്തിലെ മുഴുവൻ താളവും തെറ്റുന്നൊരു സാഹചര്യമുണ്ടോ? ഉറപ്പായിട്ടും വാസ്തുവിനെ എപ്പോഴും സമൃദ്ധി ക്രിയേറ്റ് ചെയ്യാനുള്ള സയൻസ് എന്നാണ് പറയാറുള്ളത്. നമ്മളെപ്പാണ് എപ്പോഴും ഇതിനൊരു ദോഷത്തിൻ്റെ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ലൈഫിലെ സമൃദ്ധി എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ല ആരോഗ്യം, റിലേഷൻഷിപ്സ്, നല്ല ഡിസിഷൻസ്, ഇതെല്ലാം നമ്മൾ എഫക്റ്റ് ചെയ്യും. അപ്പോൾ റിലേഷൻഷിപ്സ് എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും വിവാഹം, അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമ്മുടെ വീടുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വിവാഹം ഇവൻറ്റ് മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയണം. ഒരാളുടെ ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ആഗ്രഹമുള്ള, നമ്മൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അതിനു വേണ്ടി ആഗ്രഹവുമുണ്ട്, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട്. വീട് നമുക്ക് പണിയണം, അല്ലെങ്കിൽ വിവാഹം കഴിക്കണം, അപ്പോൾ നമ്മളിതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എന്നിട്ടും നമുക്കതിന് കാരണമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നേരിടുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ സറൗണ്ടിങ് എനർജിയുടെ പ്രശ്നങ്ങളാണ്. വിച്ച് മീൻസ് വാസ്തു എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഏരിയാസിനും എഫക്റ്റ് ചെയ്യും. റിലേഷൻഷിപ്പ്, ആരോഗ്യം, സാമ്പത്തികം എന്ന് വെച്ചാൽ ഇവിടെ ഏത് ഏരിയയിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ വീട്ടിലുള്ള ആ എനർജീനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കിതിനെ ബെറ്റർ ആക്കാനും ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും സാധിക്കും. ഇപ്പോൾ കല്യാണം കഴിക്കുന്നവരെന്താണെങ്കിലും വീട് വെക്കുന്നതിന് മുമ്പിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. ഉറപ്പായിട്ടും. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ സ്ഥാനം. ഇപ്പോൾ കന്നിമൂലയിലാണെങ്കിൽ അല്ലെങ്കിൽ അടുക്കളയിലാണെങ്കിൽ പോലും ഈ ഫ്ലാറ്റിൽ താമസിക്കും. ഞാൻ കഴിഞ്ഞ തവണ ഒരു വാസ്തു അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് അതിനടിയിൽ വന്നൊരു കമൻ്റാണ്. അപ്പം ഈ ഫ്ലാറ്റിലൊക്കെ വെള്ളം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കമൻ്റായിട്ട് എഴുതിയ ആളുകളുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ സ്ഥാനത്തിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉറപ്പായിട്ടും. വെള്ളം മാത്രമല്ല, നമ്മൾ 5 എലമെൻറ്റ്സ്, അഗ്നി, വായു, സ്പേസ്, എർത്ത്, വാട്ടർ, ഇതെല്ലാത്തിനും ഒരു പൊസിഷനിങ് ഉണ്ട്. അപ്പം നമ്മൾ ബേസിക്കലി വാസ്തു കറക്റ്റ് ചെയ്യുമ്പോൾ ഈ പൊസിഷനിങ് ആണ് കറക്റ്റ് ചെയ്യണം. നമ്മുടെ ശരീരത്തിലും പഞ്ചഭൂത തത്വങ്ങൾക്ക് ഓരോ പൊസിഷൻ ഉണ്ടല്ലേ. ഫയർ എലമെൻറ്റിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, എയർ എലമെൻറ്റ് പ്രതീകമാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ക്രിയേറ്റഡ് റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത്. ഈ ഓരോ എനർജി ഇംബാലൻസ്, നമ്മുടെ എലമെൻറ്റ് ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരീരത്തിൽ അസുഖങ്ങൾ വരുന്നത്. അതുപോലെ ഈ സ്പേസിലുള്ള എനർജി ഇംബാലൻസ്, അതായത് എലമെന്റ് ഇംബാലൻസ് വരുമ്പോഴാണ് നമ്മൾ സ്പേസിൽ എനർജി എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും വാട്ടറിന്റെ പ്രസൻസും ഫയറിന്റെ പ്രസൻസും റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്തല്ല എങ്കിൽ അതാണ് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് വെസ്റ്റ് കോർണറാണ് എപ്പോഴും റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത്. വെച്ചാൽ സൗത്ത് വെസ്റ്റ് കോർണർ, അല്ലെങ്കിൽ കേരളത്തിൽ കന്നിമൂല എന്നൊക്കെ പറയും, അത് നമ്മുടെ സേവിങ്സുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടുത്തെ എലമെന്റ് എന്ന് പറയുന്നത് എർത്താണ്, ഭൂമിയാണ്. അപ്പോൾ ഭൂമിയുടെ പ്രത്യേകത, ഭൂമിയാണ് ഈ സകല ജീവജാലങ്ങളെയും താങ്ങി നിർത്തുന്ന ഭൂമിയാണ്. അപ്പോൾ സേവിങ്സുമായിട്ട് കണക്ട് ചെയ്ത് ഈ സൗത്ത് വെസ്റ്റിൽ
എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് നല്ലതാണെങ്കിൽ റിലേഷൻഷിപ്പ് ഭംഗിയായിട്ട് പോകും. സൗത്ത് വെസ്റ്റിൽ എനർജി ഇംബാലൻസ് ഉള്ളപ്പോഴാണ് നമ്മൾ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസ്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്നത്. വിച്ച് മീൻസ് സൗത്ത് വെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സൗത്ത് വെസ്റ്റ് ഒത്തിരി ഏരിയാസിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സൗത്ത് വെസ്റ്റ് നന്നായി കഴിഞ്ഞാൽ ഒരു വീട് പൂർണ്ണമായിട്ടും നന്നായി എന്നാണ് അർത്ഥം? ഉറപ്പായിട്ടും. അപ്പോൾ ഒരാളുടെ ലൈഫിലെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരാൾ ചോദിച്ചതാണ്, മുന്നേ നമ്മൾ സംസാരിച്ചൊന്നും ഓർമ്മയില്ല, ഞാനിപ്പോൾ വീട് ഒക്കെ ശരിയാക്കി, ഇനിയിപ്പോൾ ഞാനൊരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇത് വാസ്തു ലോട്ടറി എന്ന് നമ്മൾ പറയുമ്പോൾ കർമ്മമില്ലാത്ത ധനം ശാശ്വതമല്ല എന്നാ പറയും. വെറുതെ ഇരുന്ന് നമ്മൾ പൈസ ഉണ്ടാക്കാൻ ഉള്ളൊരു സാധനമല്ല വാസ്തു. നമ്മുടെ സ്പേസിനെ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇതിനെ പ്ലാൻ ചെയ്യുക. നമ്മളൊരു മല കയറിക്കൊണ്ടിരിക്കുക, കഷ്ടപ്പെട്ട് മല കയറിക്കൊണ്ടിരിക്കുക, ഒരു റോപ്പിൻ്റെ സഹായം അല്ലെങ്കിൽ നമുക്കൊരു ബാക്ക് സപ്പോർട്ട്, ഇതാണ് വാസ്തു. ഇപ്പോൾ നമ്മളൊരു ഒഴുക്കുള്ള നദി, ആ നദിയുടെ ഒഴുക്കിലൂടെ, ആ ഒഴുക്കിന് പാരലായിട്ട് നീന്തുമ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് പെട്ടെന്ന് എത്താൻ സാധിക്കും. നേരെ നദിയുടെ ഒഴുക്കിന് ഓപ്പോസിറ്റായിട്ട് നീന്തുമ്പോൾ നമ്മൾ കുറേ എനർജിയും എഫേർട്ടും സമയവും പോകുന്നതല്ലാണ്ട് നമുക്ക് നിന്ന സ്ഥലത്ത് നിന്ന് അധികം മൂവ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് വാസ്തു ഓപ്പോസ് ചെയ്യുമ്പോൾ ഒരു ഇമ്പാക്റ്റ്. ഒഴുക്കിന് അനുകൂലമായിട്ട് നീന്തുമ്പോഴാണ് വാസ്തുവിൻ്റെ സപ്പോർട്ട്. അപ്പോൾ വാസ്തുവിൻ്റെ സപ്പോർട്ട് നമ്മുടെ ആക്ഷന് സ്വീകരിക്കുക എന്നുള്ളതാണ് വാസ്തു പ്രകാരം സ്പേസ് അറേഞ്ച് ചെയ്യുക എന്നുള്ളതിന് അർത്ഥം. വിച്ച് മീൻസ് നമ്മുടെ ആക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. വാസ്തു എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ കാശൊന്നും വരത്തില്ല. വാസ്തു കറക്റ്റ് ചെയ്തതിനോടൊപ്പം നമ്മൾ എടുക്കാനുള്ള എഫേർട്ടൊക്കെ എടുക്കണം. അപ്പോഴാണ് നമുക്ക് വേണ്ടി യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു വീടിനെ സംബന്ധിച്ച് ഒരു 4 മൂലകളും കതവും ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഒരു വീട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് വീട്ടിലൊരു എനർജി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സൗത്ത് വെസ്റ്റ് നന്നായി കഴിഞ്ഞാൽ വീട് നന്നായി എന്ന് പറഞ്ഞു, പക്ഷേ ബാക്കി ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് സൗത്ത് വെസ്റ്റ് കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്കി ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സൗത്ത് വെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അഗ്നിമൂലയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം എല്ലാം പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയുമ്പോഴും ഓരോ സ്പേസിൽ, ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും ഓരോ ആൾക്കാരുടെ നിലവിലുള്ള സാഹചര്യം എന്താണ്, അവരുടെ ലൈഫിലെ ഏത് ഏരിയ ആണ് ബെറ്റർ ആക്കേണ്ടത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ പേഴ്സണലൈസ് ചെയ്ത് പറയുന്നത്. ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സൗത്ത് വെസ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സേവിങ്സ് കോർണർ എന്നാണ് പറയണത്. പിന്നെ സൗത്ത് ഈസ്റ്റ് കോർണർ ഉണ്ട്, അതിനെ വെൽത്ത് കോർണർ എന്നാണ് പറയാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സൗത്ത് ഈസ്റ്റ് കോർണറാണ്. ഇപ്പോൾ നമുക്കറിയാം, വീട് എന്ന് പറയുന്നത് 4 ചുമരുകൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ഒരു വീട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വീട്ടിൽ വാതിലുകൾ അല്ലെങ്കിൽ ജനലുകൾ ഇതിനൊക്കെ എന്തെങ്കിലും അളവുകളുണ്ടോ, അല്ലെങ്കിൽ ഇത് വെക്കുന്നതിന് കൃത്യമായിട്ടുള്ള ദിശകളുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഏത് ദിശയിലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് 4 ദിശയും പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതല്ല. ഇപ്പോൾ ഒരു വീട്, ഒരു പ്ലോട്ട് ഉണ്ട്, അവർക്ക് ആകെ തെക്കോട്ട് മാത്രമേ വീട് വെക്കാൻ അല്ലെങ്കിൽ മെയിൻ ഡോർ വെക്കാനുള്ള സ്ഥലമുള്ളൂ എങ്കിൽ അത് പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല. ആ തെക്ക് ഭാഗത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട സ്ഥലം ഏതാണ്, അങ്ങനെയാണ് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വാസ്തുവിൽ നിയമങ്ങളുണ്ട്. എല്ലാത്തിനും ഒരു ഫസ്റ്റ് ഓപ്ഷൻ, ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഓരോ ഡയറക്ഷനിലും നമ്മൾ ഡോറ് വെക്കുമ്പോൾ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്ത് ഈ ഡയറക്ഷൻ മാത്രം നല്ലത്, ഈ ഡയറക്ഷൻ തീർത്തും ഒഴിവാക്കണം എന്ന് പറയുന്നതിലുപരി ഓരോ സൈറ്റിൽ ചെല്ലുമ്പോൾ ആ സൈറ്റിൽ ഇപ്പോൾ തെക്കോട്ട് മാത്രം മുകളുള്ള വീട് അല്ലെങ്കിൽ വഴിയുള്ള വീട്, അവിടെ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ വാസ്തുപ്രകാരം ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നതിലുപരി ആ സ്പേസിൽ നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ വാസ്തു ചെയ്യുന്ന ആളുകൾ പലപ്പോഴും ഭയപ്പെടുത്തുകയല്ലേ? ഇപ്പോൾ അതായത് ഓൾറെഡി പണിതിട്ടുള്ളൊരു വീട്, ഒരു 5 വർഷമൊക്കെ ആയിട്ടുള്ള വീടായിരിക്കും. ആ സമയത്തായിരിക്കും അവരൊരു വാസ്തുവിൻ്റെ കൺസൾട്ടൻറ്റിനെ കൊണ്ടുവരുന്നത്. അവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെ മനസ്സിലെന്താണ്, ഇതെല്ലാം പൊളിച്ചു കളയേണ്ടൊരു സാഹചര്യം വരും. ഇപ്പോൾ ചില വാസ്തു കൺസൾട്ടന്മാർ വന്നിട്ട് പറയും, ഈ ജനൽ നിൽക്കുന്നത് ശരിയല്ല, ഈ ജനലുണ്ടായതുകൊണ്ടാണ് ദോഷം, അതുകൊണ്ട് ഇത് പൊളിച്ചിട്ട് വേറെ പണിയാൻ പറയും, അല്ലെങ്കിൽ അത് അവിടെ മൂടാൻ പറയും. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇപ്പം നമുക്ക് വാസ്തുവിനെ ഇപ്പം ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊളിച്ച് പണിയേണ്ടി വരുമോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരു ആള് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇത് ദോഷമാണ്, ഇത് പ്രശ്നമാണ്, ഇത് പൊളിക്കൂ, ഇവിടെ വെക്കൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇത് സയൻറ്റിഫിക്കലി നമ്മളെ എഫക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജിലാണ് ഒരു എക്സിസ്റ്റിംഗ് വീടാണെങ്കിൽ ഇപ്പോൾ ഉള്ള സ്പേസിൻ്റെ ഒരു അനാലിസിസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കും. തേർഡ് സ്റ്റേജിലേക്കാണ് ഒരു സൊല്യൂഷൻ. അപ്പോൾ ഒരു വിൻഡോ പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിടണം എന്ന് പറയുകയാണെങ്കിൽ, ഒരു ഡയറക്ഷനിൽ വിൻഡോ ആവശ്യമില്ലെങ്കിൽ അത് പൊളിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചിട്ടാൽ മതി. ഗ്ലാസ് വിൻഡോ ആണെങ്കിൽ നമുക്ക് അതിനുള്ളിൽ ഒരു ബാംബൂ കർട്ടൻ ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ അതിന് അങ്ങനെ
ഒത്തിരി സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്തിനൊക്കെ പ്രിവെൻഷൻ ആയിട്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ഇതിനെ ഒരു ഭയത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു വേഗമായിട്ടുള്ള ഒരു ബ്ലൈൻഡ് ആയിട്ട് ഇത് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൺസൾട്ടിങ്ങിന് പോയി തിരിച്ച് വന്നതിന് ശേഷം അവിടുത്തെ ഒരു കുട്ടി എനിക്ക് വോയിസ് നോട്ട് വളരെ ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഒരു വോയിസ് നോട്ടാണ്. എന്നോട് പറയും, ഞാൻ ഇന്നലെ രാത്രി ഭയങ്കര ടെൻഷനിലായിരുന്നു, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ വാസ്തു നോക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഈ വീട് മുഴുവനും പൊളിച്ചു പണിയേണ്ടി വരുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു, അപ്പോൾ അതിനുള്ള പൈസയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള ടെൻഷനിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പോൾ അവരുടെ മെയിൻ ഡോറ്, അവരുടെ വെന്റിലേഷൻസ്, പൊസിഷനിങ് ഒക്കെ ഓവറോൾ നമുക്ക് സപ്പോർട്ടീവാണ്. നമുക്ക് തിരുത്താൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കുറ്റങ്ങളും പ്രശ്നങ്ങളും മാത്രം പറയുന്നത് മാറ്റി അതിനോടൊപ്പം അതിലുള്ള പോസിറ്റീവ് കാര്യങ്ങളും കൂടി ഇവരോട് ഹൈലൈറ്റ് ചെയ്യും. ഈ ഡോർ ഇവിടെ നല്ലതാ, ഈ ജനൽ നല്ലതാ, നാളെ മുതൽ ഈ ജനലും ഈ വാതിലും ഫുൾ ടൈം കൂടുതൽ സമയം തുറന്നിടണം. ചിലപ്പോൾ അവർ തുറക്കാതെ വെച്ചിരിക്കുന്ന ഒരു ജനലായിരിക്കുമേ. അങ്ങനെ പറയുമ്പോൾ നാളെ ഓരോ ദിവസവും ഈ ജനലും വാതിലും ഒക്കെ തുറക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, ഇത് തുറന്നാൽ നല്ലതാണല്ലോ, ഇന്നതാണല്ലോ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസാണ്. അപ്പോൾ നാളെ റാൻഡമായിട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ ഇതെന്തോ വീടിന് വാസ്തുപ്രകാരം ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി നമ്മുടെ സ്പേസിനെ പറ്റി നമുക്ക് തന്നെ ഒരു നോളജ് ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കുകളെയോ ഒന്നിനെയും നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് തന്നെ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺട്സ് നമുക്ക് അവെയർ ആവുകയാണ്. അങ്ങനെയാണ് നമ്മൾ കൺസൾട്ടിങ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മാമിനോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ മാം പറഞ്ഞതാണ്, ഇപ്പോൾ കൂടുതലും ആളുകൾ വരുന്ന ഇത്തരത്തിൽ ഇപ്പോൾ ബന്ധങ്ങൾ, അതായത് റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മണി, ആരോഗ്യം, ഇതെല്ലാം കൊണ്ട് മനസ്സ് മടുത്ത് മറ്റാരെങ്കിലും റെഫർ ചെയ്യും. ഇപ്പോൾ ഒരു വാസ്തു കൺസൾട്ട് ചെയ്ത് നോക്കൂ, ചിലപ്പോൾ വീടിൻ്റെ പ്രശ്നങ്ങളാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ പോയതിൽ യഥാർത്ഥത്തിൽ വാസ്തുവിൻ്റെ പ്രശ്നം കൊണ്ടല്ലാതെ ബുദ്ധിമുട്ട് വന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഉറപ്പായിട്ടും ഇതുവരെ നമ്മൾ മുന്നേ പറഞ്ഞത് വാസ്തു പ്രശ്നം ഉറപ്പായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വാസ്തുവിൻ്റെ ഒരു ഡിഫക്റ്റ് അവിടെ ഉണ്ടായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു വീട്ടിന് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള വീടായിരുന്നു. അപ്പോൾ അവർ ഈ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു. ഒരാൾ ക്യാൻസർ സർവൈവറാണ്, അത് ഓവർകം ചെയ്തു. പിന്നെ മോനെ എപ്പോഴും ആക്സിഡൻറ്റ് സംഭവിക്കും, കാലിനൊക്കെ വയ്യ, അത് തുടർച്ചയായിട്ട് അങ്ങനെ അത്തരം കാര്യങ്ങൾ സംഭവിക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ വീട് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സൈറ്റായിരുന്നു അത്. ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഇവരുടെ ഒരു എക്സ്പീരിയൻസസും ഈ വീടും തമ്മിൽ മാച്ച് ആകാതെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ വീടിനെ ഇവർ എന്നോട് ഞാൻ കൺസൾട്ട് ചെയ്യുന്നതിന് മുൻപ് അനുഭവങ്ങൾ ഷെയർ ചെയ്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചത്. ഷെയർ ചെയ്തില്ല എന്നാൽ ഞാൻ ഈ നല്ല വീടാന്ന് പറഞ്ഞ് പോന്നേനെ. ഷെയർ ചെയ്തത് കൊണ്ട് ഇതും ഈ വീടുമായിട്ട് മാച്ചിങ് അല്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഈ വീടുമായിട്ട് യാതൊരു വീട് വളരെ നല്ല വീടാണെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് സംസാരിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വേറെ ഏതെങ്കിലും വീടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ തറവാട് വീട് ഇന്നടുത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പേരിലുള്ള ആ വീടും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ള വീട്ടിൽ ഉള്ള പ്രശ്നങ്ങളല്ലാതെ വാസ്തു, പക്ഷേ സ്റ്റിൽ നമുക്കൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാൻ കണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ പേരിലുള്ള മറ്റു വീടിന് പ്രശ്നം ഉണ്ടെങ്കിലാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേരിൽ മറ്റൊരു വീട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ ഇപ്പോൾ വാസ്തു പറയുന്നത് തന്നെ നമ്മൾ നിൽക്കുന്ന ഇടത്തിന്റെ എനർജിയാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ പോകാത്ത നമ്മുടെ പേരിലുള്ള നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വീട് എങ്ങനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, നല്ല ചോദ്യം. അതായത് നമ്മുടെ കർമ്മമായിട്ടാണ് കണക്റ്റഡ്. നമ്മളെ കർമ്മമായിട്ട് കണക്ട് ചെയ്യാനും കർമ്മവുമായിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ് മണി. മുന്നേ നമ്മൾ സംസാരിച്ചു, അതായത് നമ്മുടെ കയ്യിലൊരു വണ്ടി ഉണ്ട്, നമ്മൾ ഗൾഫിൽ പോവാണ്. ഗൾഫിൽ പോകുമ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞാൻ ഈ വണ്ടി ഒന്നും ഉപയോഗിക്കണില്ല, നീ ഈ വണ്ടി ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഓടിച്ചു നോക്കണം, ഓടിച്ച് നീ തന്നെ കയ്യിൽ വെച്ചോ എന്ന് പറയാം. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ വിളിച്ചു നോക്കും, എങ്ങനെയുണ്ട് വണ്ടി, ഫുൾ കണ്ടീഷൻ അല്ലേ, നീ നോക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ പറയാണ്, നിന്റെ കയ്യിലുള്ള പൈസ വന്നിട്ട് ഈ വണ്ടി അങ്ങോട്ട് എടുത്തോളൂ എന്ന് പറയാം. അപ്പോൾ നമ്മൾ പൈസ വാങ്ങിച്ചു, ഈ വണ്ടി കൂട്ടുകാരൻ്റെ വണ്ടിയായി മാറി. പിന്നെ നമ്മളത് വിളിച്ചു ചോദിക്കുമോ? ഇല്ല. അപ്പോൾ ഈ നമ്മളുടെ ഓണർഷിപ്പിലുള്ള സാധനവുമായിട്ട് നമുക്കൊരു കണക്റ്റഡ് ഉണ്ട്. അങ്ങനെയാണ്, അതായത് ആ സ്ഥലം വിറ്റ് കഴിഞ്ഞാൽ ആ ധനം ആർക്കുള്ളതാണ്, ആ സ്പേസിലെ ഊർജ്ജമാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത്. ഞാൻ ചിന്തിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പേസ് തന്നെയാണ്. സ്പേസാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതെന്നാണ്. പക്ഷേ ഇത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആക്കിയില്ലെങ്കിലും എല്ലാത്തിലുള്ള മേജറായിട്ടുള്ളൊരു ഏരിയാസെങ്കിലും പെർഫെക്റ്റ് ആക്കുന്നതാണ് നല്ലത്.